ഹായ് എവരിവൺ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് എ പ്ലാന്റ് ആണ് കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് ഒരു പ്ലാന്റിന്റെ പാർട്സ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഫ്ലവർ ഉണ്ട്, ലീവ്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, റൂട്ട്സ് ഉണ്ട് അല്ലേ. ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തായാലും അറിയാം. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ആദ്യം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് റൂട്ട് അല്ലേ. റൂട്ട് നമുക്കറിയാലോ. റൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയോ? റാഡിക്കിളിൽ നിന്നാണ്. ഓക്കെ, ഒരു സീഡിന്റെ റാഡിക്കിളിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ റൂട്ട് എവിടെ നിന്നാണ്, ഒരു സീഡിന്റെ എവിടെ നിന്നാണ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താ പറയാ? റാഡിക്കിളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയും നമ്മൾ. ഓക്കെ, കിട്ടിയില്ലേ? ഇനി റൂട്ട് ഹെയേഴ്സ് അറൈസസ് ഫ്രം. റൂട്ട് ഹെയേഴ്സ് എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് എപ്പിഡേമിസിൽ നിന്നാണെന്ന് പറയും. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. റൂട്ട് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? റാഡിക്കിളിൽ നിന്നാണ് കേട്ടോ. അതെ, ഇവിടെ ഇരിക്കും കേട്ടോ റാഡിക്കിൾ, കണ്ടില്ലേ? ഓക്കെ, റാഡിക്കിളിൽ നിന്ന്. റൂട്ട് ഹെയേഴ്സ് ആണെങ്കിൽ എപ്പിഡേമിസിൽ നിന്നാണ്. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് കേട്ടോ. ഫ്രം അല്ല, വാട്ടർ ആൻഡ് മിനറൽസ്. ഓക്കെ, അപ്പോൾ വാട്ടർ മിനറൽസ് ഒക്കെ നമുക്കറിയാം. റൂട്ട് എവിടെ നിന്ന് അബ്സോർബ് ചെയ്യും? സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യും അല്ലേ. എന്നിട്ട് ക്യാപ്പിലാരിറ്റിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, ക്യാപ്പിലറി റൈസ്, ഒരു നാരോ ട്യൂബ് വഴി ഇങ്ങനെ കയറി പോകുന്നത് അല്ലേ. ആ ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ ക്യാപ്പിലറി റൈസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എല്ലാ പാർട്സിലോട്ടും, ഓക്കെ, അല്ലെങ്കിൽ സ്റ്റമ്മിലോട്ടും ലീവ്സ് വരെയൊക്കെ എത്തുന്നത് ഏത് വഴിയാണ്? ഏത് പ്രോപ്പർട്ടി വഴിയാണ്? ക്യാപ്പിലാരിറ്റി വഴിയാണ്. ഓക്കെ, നിങ്ങൾ കേട്ട് കാണും. യെസ്. ഇനി ടൈപ്സ് ഓഫ് റൂട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ടാപ്പ് റൂട്ട് ഉണ്ട്. ടാപ്പ് റൂട്ട് മെയിൻലി കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. എന്താ ഡൈക്കോട്ട് പ്ലാന്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അല്ലേ. അതേപോലെ തന്നെ ഫൈബ്രസ് റൂട്ട് ഉണ്ട്. അത് മോണോകോട്ട് പ്ലാന്റ്സിലാണ് കാണുന്നത്. വീറ്റ്, ഗ്രാസിലൊക്കെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അഡ്വെന്റീഷ്യസ് റൂട്ട് ഉണ്ട്. ഇത് മോണോകോട്ട്സിലും ഡൈക്കോട്ട്സിലും രണ്ടിലും കാണും കേട്ടോ. നിങ്ങളിവിടെ നോക്കിയേ, ഇതാണ് ടാപ്പ് റൂട്ട്. ഇങ്ങനെ ഇരിക്കും കാണാൻ. ഓക്കെ, ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്, അഡ്വെന്റീഷ്യസ് റൂട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? യെസ്, ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിന് 3 ടൈപ്പ് റൂട്ട് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇനി ക്യൂട്ടിക്കിൾ ഇസ് ആബ്സെന്റ് ഇൻ റൂട്ട്. ഓക്കെ, ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിംഗ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു പ്ലാന്റിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ക്യൂട്ടിക്കിൾ എവിടെയാണ് കാണുന്നത് പറഞ്ഞാൽ പുറത്ത് ഒരു വാക്സി ആയിട്ടൊക്കെ നമുക്ക് സ്റ്റെമ്മിലൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. ക്യൂട്ടിക്കിൾ എന്തിലില്ല? നമ്മുടെ റൂട്ടിൽ ഇല്ല. ഓക്കെ, ഇനി റൂട്ട്ലെസ് പ്ലാന്റ്സ്. റൂട്ട് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ് ഏതൊക്കെ? നമ്മുടെ ജിഞ്ചർ, ബാംബു, ലെമ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ റൂട്ട് ഇല്ലാത്ത പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി സ്ലിറ്റ് റൂട്ട്സ്. സ്ലിറ്റ് റൂട്ട്സ് എന്താ നോക്കിയേ? സപ്പോർട്ടിംഗ് റൂട്ട്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ലോവർ എൻഡ്സ് ഓഫ് ദ സ്റ്റെം ഓഫ് മെയ്സ് ആൻഡ് ഷുഗർ കെയിൻ. ഓക്കെ, നോക്കിയത് ഇതാണ് സ്റ്റെം എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് ഇങ്ങനെ ഫോം ചെയ്യുക. ഓക്കെ, സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ വേറൊരാളുണ്ട്, പ്രോപ്പ് റൂട്ട്സ് അല്ലേ. നമ്മുടെ ഈ ബ്രാഞ്ചസിൽ നിന്ന് റൂട്ടുകൾ ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ് ഇത് പ്രോപ്പ് റൂട്ട്സ്. നമ്മുടെ ആൽമരത്തിലൊക്കെ കാണുന്നത്. ഓക്കെ, ഇതെവിടെയാ കാണാം? ഷുഗർ കെയിനിലൊക്കെ കാണും അല്ലേ. ഷുഗർ കെയിനിലൊക്കെ കാണാം. ഷുഗർ കെയിനിലൊക്കെ കാണാം. ഇതെവിടെ കാണാം? നമ്മുടെ പീപ്പിൾ ട്രീയിലൊക്കെ കാണാം കേട്ടോ. പീപ്പിൾ ട്രീ, ആൽമരം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ആൽമരത്തിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ റൂട്ട് ക്ലിയർ അല്ലേ? റൂട്ടിൽ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് മോഡിഫിക്കേഷൻ ഓഫ് ടാപ്പ് റൂട്ട്. ഓക്കെ, ഈ ടാപ്പ് റൂട്ടുകൾ എന്ത് ചെയ്യുന്ന അറിയോ? വീണ്ടും മോഡിഫൈ ചെയ്യും. ഓക്കെ, റൂട്ട്സ് വീണ്ടും എന്ത് ചെയ്യും? മോഡിഫൈ. എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ചില സമയത്ത് അതിന് ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടായിരിക്കും, ചില സമയത്ത് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നെസസിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ടാപ്പ് റൂട്ടുകൾ മോഡിഫൈ ചെയ്തതാണ് കോണിക്കൽ. ഓക്കെ, കോണിക്കൽ മോഡിഫിക്കേഷൻ. ഓക്കെ, അത് എന്തിലാണ് കാണുക? ക്യാരറ്റിൽ അല്ലെ. ക്യാരറ്റിൽ എന്തേ നോക്കിയേ? കോണിക്കൽ രീതിയിൽ അല്ലെ മോഡിഫിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാ? ഫുഡ് സ്റ്റോറേജിന്. ഓക്കെ, നാപ്പിഫോം കാണുന്നത് ടേർണിപ്പ് അല്ലെങ്കിൽ ബീട്രൂട്ടിലൊക്കെയാണ്, ഇങ്ങനെ സ്പെരിക്കൽ ഷേപ്പിൽ. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കാണുന്നതും ഈ പറയുന്ന പോലെ ഫുഡ് സ്റ്റോറേജിന് തന്നെയാണ്. റാഡിഷിലാണെങ്കിൽ അത് ഫ്യൂസിഫോം ആണ്. ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഫ്യൂസിഫോം ആണ്. ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന പോലെ തന്നെ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ന്യൂമാറ്റോഫോർസ് ഉണ്ട്. ന്യൂമാറ്റോഫോർസ് എവിടെയാണ് കാണാന്ന് പറഞ്ഞാൽ ഫൗണ്ട് ഇൻ സോൾട്ടി സോയിൽ നിയർ ദ സീ. ഓക്കെ, സീൻ്റെ ഒക്കെ അടുത്ത് കാണുന്ന സോൾട്ടി സോയിലിൽ കാണുന്നതാ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മാംഗ്രൂവ്സ് ഇല്ലേ, മാംഗ്രൂവ്സ് അല്ലെങ്കിൽ റൈസോഫോറ അല്ലെങ്കിൽ സുന്ദരി എന്നൊക്കെ പറയും കേട്ടോ. മെയിൻലി ഈ പറയുന്ന സീഡ് ഏരിയാസിൽ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെയാണ് മെയിനായിട്ട് ഇതുണ്ടാവാറ്, അല്ലെങ്കിൽ മാംഗ്രൂവ്സിലാണ് മെയിനായിട്ട് ഉണ്ടാവാറ്. ന്യൂമാറ്റോഫോർസ് എന്തിനാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു സോയിൽ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളവും സോയിലൊക്കെ ഉള്ള ഏരിയാസിലാണ് ഇവർ കാണുക. ഓക്കെ, അപ്പോൾ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കാൻ വേണ്ടി ന്യൂമാറ്റോഫോർസ് വഴിയാണ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഗ്യാസ് അകത്തോട്ടും പുറത്തോട്ടൊക്കെ വരുന്നത് ന്യൂമാറ്റോഫോർസിന്
വഴിയാണ്. അപ്പൊ ന്യൂമാറ്റോഫോർസ് ഇവിടെ എന്തിനാ ഫോം ചെയ്തേക്കുന്നത്, മോഡിഫൈ ചെയ്തേക്കുന്നത്? ഈ ടാപ്പ് റൂട്ട് മാംഗ്രൂവ്സിൽ എങ്ങനെയാ മോഡിഫൈ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ന്യൂമാറ്റോഫോർസ് ആയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗേഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി സ്റ്റെം. ഓക്കെ, സ്റ്റെം എവിടെന്നാ ഫോം ചെയ്ത, റൂട്ട് എവിടെന്നായിരുന്നു, റാഡിക്കിളിൽ നിന്നാണ്. സ്റ്റെം എവിടെന്നാന്ന് അറിയോ, പ്ലൂമ്യൂളിൽ നിന്നാണ്. ഓക്കെ, സ്റ്റെം എവിടെ നിന്നാണ്, പ്ലൂമ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഇനി പോസിറ്റീവ്ലി ഫോട്ടോട്രോഫിക് അല്ലെ, നമ്മുടെ സണ്ണിന്റെ എനർജി അല്ലെ, സണ്ണിന്റെ റേസ് ഒക്കെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ സണ്ണിന്റെ എനർജി യൂസ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ ഏത് പറയുന്നത്, ഫോട്ടോട്രോഫിക് എന്ന് പറയുന്നത് അല്ലെ. നോഡ് അല്ലെ, നോഡ് ദ പാർട്ട് വേർ ലീഫ് അറൈസസ്. ഓക്കെ, ലീഫ് അറൈസ് ചെയ്യുന്ന പാർട്ടിനെ നമ്മൾ നോഡ് എന്ന് പറയും. സ്റ്റെം അറൈസ് ചെയ്യുന്നതിനെ പ്ലൂമ്യൂൾ എന്ന് പറയും. റൂട്ട് അറൈസ് ചെയ്യുന്ന റാഡിക്കൽ എന്ന് പറയും. ഓക്കെ, ഇനി കസ്ക്യൂട്ട ഉണ്ട്. കസ്ക്യൂട്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം പാരസൈറ്റ് ആണ്. ഓക്കെ, സ്റ്റെംസിൽ കാണുന്ന പാരസൈറ്റാ. ഇവർക്ക് ക്ലോറോഫിൽ ഇല്ല. ഓക്കെ, ക്ലോറോഫിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതിനകത്താണോ അത് വന്ന് പെട്ടേക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റെമ്മിലാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ഹോസ്റ്റിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും അല്ലെ. പാരസൈറ്റിക് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ കസ്ക്യൂട്ട എന്ന് പറയുന്നത് സ്റ്റെമ്മിൽ കാണുന്ന പാരസൈറ്റ് ആണ്. ഈ സ്റ്റെമ്മിൽ നിന്ന് എന്ത് ചെയ്യും, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യും. കാരണം എന്തില്ല, അതിന് സ്വന്തമായിട്ട് ക്ലോറോഫിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെ, സ്റ്റെം മോഡിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊട്ടറ്റോയിലാണെങ്കിൽ ട്യൂബർ അല്ലെ, ഫുഡ് സ്റ്റോറേജിനും അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഫോർമേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അതിൽ ചേഞ്ചസ് വന്നേക്കുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ, സ്റ്റെം അല്ലാതെ അതിന്റെ ഫംഗ്ഷൻ സ്റ്റെം അല്ലാതെ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ എന്തിനാ വന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇറ്റ് ഡിപ്പെൻസ്. ചില സമയത്ത് ഫുഡ് സ്റ്റോറേജിനോ അല്ലെങ്കിൽ ചില സമയത്ത് റീപ്രൊഡക്ഷനോ അങ്ങനെ അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം നമുക്ക് അറിയാം അല്ലെ, ട്യൂബർ ഓഫ് പൊട്ടറ്റോ അല്ലെ, ബൾബ് ഓഫ് ഓണിയൻ അല്ലെ, അതുപോലെ കോം, സാഫ്രോണും കൊളക്കേഷ്യയും. ഓക്കെ, റൈസോം അല്ലെ, റൈസോം ഓഫ് ജിഞ്ചർ അല്ലെങ്കിൽ റൈസോം ഓഫ് ടേമറിക് അല്ലെ, നമുക്ക് ഇവിടെ അറിയാം. നോക്കിയേ, ഇപ്പോൾ പൊട്ടറ്റോ ആണെങ്കിൽ നമുക്ക് ഐസ് ഓഫ് പൊട്ടറ്റോ ഉണ്ട് അല്ലെ, അവിടെ നിന്നാണ് പുതിയ ഇനിയിപ്പോ അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത എന്താ പറയുക പ്ലാന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, പുതിയ പ്ലാന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഐസ് ഓഫ് പൊട്ടറ്റോ എന്ന് വരും അല്ലെ. അപ്പൊ അത് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യും, സെക്ഷൽ റീപ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഫുഡ് സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യും അല്ലെ. ഇതൊക്കെ എന്താണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക ഫ്രൂട്ട് ആണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സ്റ്റെം ആണ് കേട്ടോ, സ്റ്റെമ്മിന്റെ മോഡിഫിക്കേഷൻസ് ആണ്. ഓക്കെ, സ്റ്റെം എന്തിനാ മോഡിഫൈ ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ നമ്മൾ നേരത്തെ പഠിച്ച സ്റ്റെം മോഡിഫൈ ചെയ്യുന്നത് സർട്ടൻ കേസസിന് വേണ്ടിയിട്ടാണ്. ഒന്നുമില്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജോ അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ നമുക്ക് റീപ്രൊഡക്ഷനോ അങ്ങനെയുള്ള അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് മോഡിഫൈ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ produced from roots, stems, leaves and buds. Okay, അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് കേട്ടോ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, എല്ലില്ല കേട്ടോ ഇവിടെ. റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അല്ലെ, പുതിയ പ്ലാന്റ്സ് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്. എവിടെന്നാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മേ ബി റൂട്ട്സിൽ നിന്നാവാം, മേ ബി സ്റ്റെമ്മിൽ നിന്നാവാം, അല്ലെങ്കിൽ ലീവ്സിൽ നിന്നാവാം, അല്ലെങ്കിൽ ബഡ്സിൽ നിന്നാവാം, ചാൻസ് ഉണ്ട് അല്ലെ. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും, ദേ ആർ ദ ക്ലോൺസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ് അല്ലെ. എങ്ങനെയാണോ പാരന്റ് പ്ലാന്റ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ക്ലോൺ ചെയ്ത് വെച്ച പോലെ അല്ലെ, കാർബൺ കോപ്പി അടിച്ച പോലെ തന്നെ ഉണ്ടാവും ആര്, പുതിയ ഫോം ചെയ്യുന്ന പ്ലാന്റ്സ്. ഓക്കെ, ഇനി നാച്ചുറൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് നമ്മുടെ ബൾബ് അല്ലെ, ബൾബിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ, ട്യൂബേഴ്സിൽ നിന്ന് ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മൾ ബൾബ് ഓഫ് ഓണിയൻ അല്ലെ, ഓണിയൻ ചുമ്മാ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ മുളയ്ക്കൂലേടാ, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, മുളയ്ക്കും അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് നമ്മൾ ബഡ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ചെയ്യാറില്ലേ, ഇതേ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ച് ഗ്രാഫ്റ്റിംഗ് ചെയ്യാറില്ലേ അല്ലെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് കട്ട് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ ലെയറിങ് ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ ലെയർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്ത് നിന്ന് വരുന്നത് അല്ലെ. അല്ലെങ്കിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യാറുണ്ട്, ചെറിയൊരു പീസ് അല്ലെങ്കിൽ ചെറിയൊരു സെൽ എടുത്തിട്ട് നമുക്ക് പുതിയൊരു എന്താ പറയുക പ്ലാന്റ് തന്നെ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ് ഏതൊക്കെ വരുന്നത്, ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ടിഷ്യൂ കൾച്ചറും ഒക്കെ. വെജിറ്റേറ്റീവ് ആണെങ്കിൽ ബൾബ് അതുപോലെ ട്യൂബേഴ്സിൽ നിന്നൊക്കെ വരാറുണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രോത്ത് റിങ്സ്. ഓക്കെ, ഗ്രോത്ത് റിങ്സ് നിങ്ങൾ കേട്ട് കാണുമല്ലോ. എന്താ ഗ്രോത്ത് റിങ്സ്, ഏജ് ഓഫ് ട്രീ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഗ്രോത്ത് റിങ്സ് അല്ലെ. നമുക്കറിയാം ഒരു ട്രീയുടെ ഏജ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അല്ലെ. ഇവിടെ കാണുന്ന ഈ റിങ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ആ പ്ലാന്റിന് എത്ര വയസ്സുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെൻഡ്രോക്രോണോളജി അല്ലെ. ഡെൻഡ്രോക്രോണോളജി എന്താണ്, സ്റ്റഡി ഓഫ് പ്ലാന്റ് ഏജ് ബൈ ഗ്രോത്ത് റിങ്സ് അല്ലെ. ഈ ഗ്രോത്ത് റിങ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ റിങ്സ് വെച്ചിട്ട് നമ്മളൊരു പ്ലാന്റിന്റെ ഏജ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രോക്രോണോളജി എന്ന് പറയുന്നത്. ഓക്കെ, അറിയാം. ഇനി
ബാർക്ക് ഓഫ് സിനമൺ ഈസ് യൂസ്ഡ് ആസ് എ കണ്ടെയ്ൻമെന്റ് അല്ലേ. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ബാർക്ക് എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് എ സ്റ്റെം ആണ് അല്ലെ. സ്റ്റെമ്മിന്റെ ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർക്ക് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് റൂട്ട്സ് ഓഫ് വുഡ്. ഓക്കെ, അപ്പൊ ബാർക്ക് എന്താണ്, ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് സ്റ്റെംസ് ആൻഡ് റൂട്ട്സ് ഓഫ് വുഡ്. ഓക്കെ, പുറത്ത് കാണുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ബാർക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി ലീഫ്. ഓക്കെ, ലീഫ് എന്താ, ലീഫിന്റെ ഫംഗ്ഷൻ എന്താ, ടു മേക്ക് ഫുഡ് ത്രൂ ഫോട്ടോസിന്തസിസ് അല്ലെ. ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കലാണ് ആരുടെ ഫംഗ്ഷൻ, ലീഫിന്റെ ഫംഗ്ഷൻ. ലീഫ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, സിമ്പിൾ ലീഫും ഉണ്ട്, കോമ്പൗണ്ട് ലീഫും ഉണ്ട്. സിമ്പിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലേഡേ ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കണം കേട്ടോ, വൺ ബ്ലേഡ് ബട്ട് നോട്ട് ഡിവൈഡ്. ഓക്കെ, ഇതാണ് സിമ്പിൾ ലീഫ്. ഒറ്റ ബ്ലേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൽ ഡിവിഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് നോക്കിയതേ, ഒരേ ഒരു ബ്ലേഡേ ഉള്ളൂ. ഇങ്ങനെ നീളത്തിൽ കണ്ടോ, ഒരേ ഒരു ബ്ലേഡേ ഉള്ളൂ. ഓക്കെ, അതേപോലെ മാംഗോ അതുപോലെ ഗുവയിലൊക്കെ ഒറ്റ ബ്ലേഡേ ഉള്ളൂ അല്ലെ. ഇതിൽ പിന്നെ ഡിവിഷൻ ഒന്നും ഇല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ലീഫ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് കോമ്പൗണ്ട് ലീഫിൽ നോക്കിയേ, കോമ്പൗണ്ട് ലീഫിൽ എങ്ങനെയാ, മോർ ദാൻ വൺ ബ്ലേഡ്. എക്സാമ്പിൾ റോസ്, ഓറഞ്ച് എക്സെട്ര അല്ലെ. നോക്കിയാൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ബ്ലേഡുകളുണ്ട്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളിവിടെ കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, കാക്ടസിലാണെങ്കിലോ, കാക്ടസ് എങ്ങനെയാ, കാക്ടസിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ. കാക്ടസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ കാക്ടസിൽ എങ്ങനെയാ, സ്പൈൻസ് ആയിട്ടാണ് അല്ലെ, സ്പൈൻ. ഓക്കെ, സ്പൈൻസ് ആയിട്ടാണ് എവിടെയുള്ളത്, കാക്ടസിൽ ഉള്ളത്. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കാം. ഇനി ഫൈലോടാക്സി അല്ലെ. ഫൈലോടാക്സി എന്താ, അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഇൻ എ പ്ലാന്റ്. ഓക്കെ, ഒരു പ്ലാന്റിലെ ലീവ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഇത് ഫൈലോടാക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ശരിക്കും കുറെ പഠിക്കാനുണ്ട്, പക്ഷെ നമുക്ക് അത്രയൊന്നും വേണ്ട. എന്താണ് സംഭവങ്ങൾ എന്ന് മാത്രം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് പോയാൽ മതി കേട്ടോ. ഇനി വീനേഷൻ. വീനേഷൻ എന്താ, പാറ്റേൺസ് ഓഫ് വെയിൻസ് ഇൻ ദ ബ്ലേഡ് ഓഫ് ലീഫ്. ഓക്കെ, ഇങ്ങനെ ബ്ലേഡിലെ പാറ്റേൺസ് എങ്ങനെയാണ് എന്ന് അറിയുമ്പോൾ അല്ലെങ്കിൽ ആ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, വീനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വീനേഷൻ എന്ന് പറയുന്നത് എന്താ, പാറ്റേൺ ഓഫ് വെയിൻസ് ഇൻ ദ ബ്ലേഡ് ഓഫ് ലീഫ് അല്ലെ. അപ്പോൾ നോക്കിയേ, ബ്ലേഡ് ഓഫ് ലീഫിൽ എങ്ങനെയാണോ പാറ്റേൺ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോടാ. ഇവിടെ നോക്കിയേ, ഇതേ ഒറ്റ ബ്ലേഡേ ഉള്ളൂ അല്ലെ. അതിലെ വെയിൻസിന്റെ ഇതേ ഇങ്ങനെ വെയിൻസിന്റെ പാറ്റേൺ കണ്ടില്ലേ. ഈ വെയിൻസിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ആ പാറ്റേണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീനേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി മീസോഫിൽ സെൽസ്. മീസോഫിൽ സെൽസ് ആർ ഫൗണ്ട് ഇൻ ലീവ്സ്, പ്ലേസ് എ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ആളാണ് ആര്, മീസോഫിൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീസോഫിൽ സെൽസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ലീവ്സ് ഓഫ് മെനി ഗ്രാസസ് ആർ കേപ്പബിൾ ഓഫ് ഫോൾഡിംഗ് ആൻഡ് അൺഫോൾഡിംഗ് ബിക്കോസ് ദേ ഹാവ് സ്പെഷ്യലൈസ്ഡ് ബുള്ളിഫോം സെൽസ്. ഓക്കെ, ചില ലീവ്സിന് നമുക്കറിയാം ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റും അല്ലെ. അതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ബുള്ളിഫോം സെൽസ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ബുള്ളിഫോം സെൽസ് കാരണമാണ് ലീവ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നത് അതിന്റെ ലീവ്സ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അയഡിൻ ടെസ്റ്റ് നടത്താം നമുക്ക്. എന്തിനാണെന്ന് അറിയാം, അയഡിൻ ടെസ്റ്റ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ്. ഓക്കെ, ലീവ്സിലുള്ള സ്റ്റാർച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നടത്തുന്ന ടെസ്റ്റ് ആണ് ഇത്, അയഡിൻ ടെസ്റ്റ്. അതിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അയഡിൻ റിയേജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അയഡിൻ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, ടു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ലീവ്സ്. ഓക്കെ, ലീവ്സിൽ സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ഫ്ലവർ. ഓക്കെ, ഫ്ലവർ എന്താ, റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് അല്ലെ. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മൊണീഷ്യസ് ആയിട്ടുള്ള ഇതുണ്ട്, ഡൈഷ്യസ് ഉണ്ട്, ഇൻഫ്ലോറസൻസ്. അപ്പൊ മൊണീഷ്യസ് പ്ലാന്റ് ഉണ്ട്, ഡൈഷ്യസ് പ്ലാന്റ് ഉണ്ട്. ഇൻഫ്ലോറസൻസ് വിടുക കേട്ടോ, ഇൻഫ്ലോറസൻസ് വേറെയാണേ. ഞാൻ ഈ പറഞ്ഞു പോയതാ. നമുക്ക് രണ്ട് ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്, മൊണീഷ്യസും ഉണ്ട്, ഡൈഷ്യസും ഉണ്ട്. ഓക്കെ, ഈ മൊണീഷ്യസ് പ്ലാന്റ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ബിയേഴ്സ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ, അതിൽ തന്നെ ആ പ്ലാന്റിൽ തന്നെ എന്തുണ്ടാവും, മെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും, ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും, രണ്ടുപേരുണ്ടാവും. ഓക്കെ, മൊണീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. ഓക്കെ, അതേ സമയത്ത് ഡൈഷ്യസ് ആണെങ്കിലോ പ്ലാന്റ്സ് വിത്ത് വൺ ടൈപ്പ് ഓഫ് ഫ്ലവർ. എന്ത് മാത്രമേ ഉള്ളൂ, ഒരു ടൈപ്പ് ഓഫ് ഫ്ലവർ മാത്രമുള്ളതാണ് ഏത്, ഡൈഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ. ഇനി ഇൻഫ്ലോറസൻസ് എന്താന്ന് നോക്കാം. ഓക്കെ, ഇൻഫ്ലോറസൻസ് എന്താന്ന് നോക്കുകയാണെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ എ ഫ്ലോറൽ ആക്സിസ്. ഓക്കെ, ഒരു ഫ്ലോറൽ ആക്സിസിൽ ഫ്ലവേഴ്സിന്റെ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക കേട്ടോ.
ഇനി ഓരോ ഫ്ലവേഴ്സിന്റെ പാർട്സ് ഏതൊക്കെയാന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ്? കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇതാണ് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ. നമുക്കറിയാം ഇവിടെ ഓവറി ഉണ്ട്, സെപ്പൽ, പെറ്റൽ അല്ലെ, ആന്തർ, ഫിലമെന്റ്, രണ്ടിനെയും കൂടെ നമുക്ക് സ്റ്റേമൻ എന്ന് പറയാം അല്ലെ, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി എല്ലാം കൂടെ നമുക്ക് പിസ്റ്റിൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു പാർട്ട് ഓഫ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കാറുള്ളത് അല്ലെ. ഇനി നോക്കിയേ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഇത് നമുക്ക് പഠിക്കാം കേട്ടോ. ഇവിടെ നോക്കിയേ കാലിക്സ്. ഓക്കെ, കാലിക്സ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഗ്രീൻ ആണ്. ഓക്കെ, ഇപ്പൊ നോക്കി കാലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടെ കാണുന്ന ഈ സാധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാലിക്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കണേ, ഈ കാണുന്നതാണ് ഇത് കാലിക്സ് എന്ന് പറയുന്നത്. യെസ്, കിട്ടിയില്ലേ? കാലിക്സ്. ഓക്കെ, ടിപ്പിക്കലി ഗ്രീൻ കൺസിസ്റ്റിംഗ് ഓഫ് സെപ്പൽസ് അല്ലെ. ഇതിനകത്ത് എന്തുണ്ട്? സെപ്പൽസ് ഉണ്ട്. ഓക്കെ, സെപ്പൽസ് ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, ഇനി കൊറോള. ഓക്കെ, കൊറോളയ്ക്കകത്ത് എന്താ ഉള്ളത്? കൺസിസ്റ്റിംഗ് ഓഫ് പെറ്റൽസ്. ഓക്കെ, കൊറോള എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളാണ്. നമുക്ക് പെറ്റൽസ് ഉണ്ട്. ഓക്കെ, പെറ്റൽസ് ഉണ്ട്. ടിപ്പിക്കലി തിൻ, സോഫ്റ്റ്, കളേർഡ് ആൻഡ് അട്രാക്റ്റഡ് അനിമൽസ് അല്ലെ. ഇത് എന്ത് ചെയ്യും? ഈ പറയുന്ന അനിമൽസിനെ അട്രാക്ട് ചെയ്യും. വളരെ തിന്നാണ്, സോഫ്റ്റ് ആണ് അല്ലെ, നല്ല കളറുണ്ട്. അതുകൊണ്ട് തന്നെ അനിമൽസിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ആൻഡ്രീഷ്യോ, ഗൈനീഷ്യോ. ഓക്കെ, ആൻഡ്രീഷ്യം എന്താന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻ ആണ്. എന്താണ്? മെയിൽ സെക്സ് ഓർഗൻ ആണ് ആൻഡ്രീഷ്യം. ഓക്കെ, ആൻഡ്രീഷ്യത്തിൽ എന്തുണ്ട്? സ്റ്റേമൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ്രീഷ്യത്തിൽ എന്തുണ്ട്? സ്റ്റേമൻ ഉണ്ട് കേട്ടോ. ഓക്കെ, 1 or more സ്റ്റേമൻ ഉണ്ടാവും. ഓക്കെ, ഈ സ്റ്റേമൻ എന്ന് പറയുന്നത് ഈ സാധനമാണ് സ്റ്റേമൻ. ഓക്കെ, സ്റ്റേമൻ എന്ന് പറയുമ്പോൾ ഒരു ഫിലമെന്റ് പാർട്ട് താഴത്തും ഉണ്ടാവും. ഓക്കെ, മേളിൽ എന്തുണ്ടാവും? ഒരു ആന്തർ പാർട്ടും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ കാണിച്ചു തരാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു കാണിച്ചു തരാം. ഓക്കെ, നോക്കിയേ, ഇത്. ഓക്കെ, ഇത് അതായത് ഒരു ഫിലമെന്റും ഉണ്ടാവും, ഇവിടെ ഒരു ആന്ത്രം ഉണ്ടാവും. ഓക്കെ, കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെയും ഇത് ഇവിടെയാണെങ്കിലും കാണിക്കാം. ഒരു ഫിലമെന്റ് ഉണ്ട് അല്ലേ, ഫിലമെന്റ്, അതേപോലെ ഒരു ആന്തർ ഉണ്ട്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണം. പിന്നെ പൊള്ളൻ ഗ്രെയിൻസ് ആർ ഫൗണ്ട് ഇൻ ദ ആന്തർ അല്ലെ. പൊള്ളൻ ഗ്രെയിൻസ് ആണ് എവിടെ കാണുന്നത്? ഈ ആന്തറിൽ എന്ത് കാണും? നമുക്ക് പൊള്ളൻ ഗ്രെയിൻസ് കാണാം. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻസ് ഈ ആന്തറിൽ നമുക്ക് കാണാം. ഓക്കെ, കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മള് ഫിലമെന്റും ആന്തറും പറഞ്ഞു. ആന്തറിൽ എന്തുണ്ട്? പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഗൈനീഷ്യം എന്താ? ഫീമെയിൽ സെക്സ് ഓർഗൻ ആണ്. ഓക്കെ, ഫീമെയിൽ സെക്സ് ഓർഗനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗൈനീഷ്യം എന്ന് പറയുന്നത്. ഗൈനീഷ്യത്തിൽ എന്തൊക്കെയുണ്ട്? കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റൽസ് ഉണ്ട്. ഓക്കെ, കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റൽസ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, നോക്കണേ. അതുപോലെ തന്നെ കാർപ്പൽ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ, നോക്കിയേ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓക്കെ, കിട്ടിയോ? യെസ്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അല്ലെങ്കിൽ ഇതവിടെ നോക്കിയാൽ സ്റ്റൈൽ ഇവിടെ ഉണ്ട്, ഓവറി ഇവിടെ ഉണ്ട്. ഓക്കെ, സ്റ്റിഗ്മ ഇവിടെ ഉണ്ട്. ഈ പാർട്ടാണ് കേട്ടോ സ്റ്റിഗ്മ. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റൈല്, ഇത് സ്റ്റിഗ്മ, ഒട്ടിപ്പിടിക്കുന്ന പൊള്ളൻ ഗ്രെയിൻസ് ഒട്ടിപ്പിടിക്കുന്ന പാർട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റൈൽ വഴി ഇങ്ങനെ താഴത്തോട്ട് പോകും. അത് കഴിഞ്ഞ് താഴെ എങ്ങോട്ട് പോകും? ഓവറിയിലോട്ട് പോകും. ഓക്കെ, അപ്പൊ അതാണ് കാർപ്പൽസ്. ഇനി കാർപ്പൽസ് ഫോം ഓവറി വിച്ച് പ്രൊഡ്യൂസസ് ഒവ്യൂൾസ് അല്ലെ. കാർപ്പൽ എന്ത് ചെയ്യും? ഓവറീസ് ഉണ്ട് കാർപ്പലിനകത്ത് അല്ലെ, അവിടെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, കിട്ടിയോ? മനസ്സിലായോ? അപ്പൊ കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റൽസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ കാർപ്പൽസ് അല്ലെങ്കിൽ പിസ്റ്റൽസ് എന്ന് പറയാം നമുക്ക്. ഓക്കെ, കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റൽ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിഗ്മ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, ഓവറി ഉണ്ട്. ഓക്കെ, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഉണ്ട്. നമ്മളിത് ഇവിടെ നോക്കുക, ഇവിടെ സ്റ്റിഗ്മ ഒട്ടിപ്പിടിക്കും അല്ലെ. സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ സ്റ്റിക്ക് ചെയ്യും അല്ലെ, പൊള്ളൻ ഗ്രെയിൻസ് സ്റ്റിക്ക് ചെയ്യും, ഇങ്ങനെ താഴത്തോട്ട് വരുന്നിട്ട് ഓവറിയിലോട്ട് പോകും. ഓക്കെ, ഈ ഓവറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യൂടാ? ഒവ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? പറഞ്ഞേ, സൈഗോട്ട് ഫോം ചെയ്യുന്നത് അല്ലെ, നമുക്കറിയാം. യെസ്, കിട്ടിയെന്ന് വിചാരിക്കണം. ഇനി ഇവിടെ നോക്കിയേ, പോളിനേഷൻ അല്ലെ. പോളിനേഷൻ നമുക്കറിയാം, ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ അല്ലെ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലോട്ട് പൊള്ളൻ ഗ്രെയിൻസിന്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പൊള്ളൻ ഗ്രെയിൻസ് എങ്ങനെയാണ്? നല്ല റഫ് ആയിരിക്കും, സ്റ്റിക്കി ആയിരിക്കും അല്ലെ, എന്നാലേ സ്റ്റിക്ക് ചെയ്യാവുള്ളൂ പെട്ടെന്ന്. ഓക്കെ, അപ്പൊ സ്റ്റിക്കി ആയിരിക്കും. ഇനി 2 ടൈപ്പ് പോളിനേഷൻ ഉണ്ട്. സെൽഫ് പോളിനേഷനും ഉണ്ട്, ക്രോസ് പോളിനേഷനും ഉണ്ട്. ഓക്കെ, സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ഫ്ലവർ ഓർ ഡിഫറെന്റ് ഫ്ലവർ ഓഫ് ദ സെയിം പ്ലാന്റ്. ഓക്കെ, അതായത് ഒന്നുമില്ലെങ്കിൽ സെയിം ഫ്ലവറിൽ തന്നെ രണ്ടും ഉണ്ടാവുമല്ലോ. ഓക്കെ, സെയിം ഫ്ലവറിൽ തന്നെ പോളിനേഷൻ ചെയ്യുന്നതാണ് സെൽഫ് പോളിനേഷൻ. അല്ലെങ്കിൽ സെയിം ഫ്ലവർ ഓഫ് ഡിഫറെന്റ് ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരേ ഫ്ലവറിൽ തന്നെ എന്തുണ്ടാവും?
രണ്ട് പാർട്ടും ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് പോളിനേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഡിഫറെന്റ് ഫ്ലവേഴ്സ് ആയിരിക്കും, പക്ഷെ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കേസിനെയാണ് സെൽഫ് പോളിനേഷൻ വരുന്നത്. ക്രോസ് പോളിനേഷൻ ആണെങ്കിലോ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഓക്കെ, ഒരേ സ്പീഷീസ് ആയിരിക്കും, പക്ഷെ എങ്ങനെയാണ് വേറെ വേറെ പ്ലാന്റ്സിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുക. അതാണ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, ഈ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വിൻഡ്, അല്ലെ? വിൻഡ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ അനിമോഫിലി എന്ന് പറയുന്നത്. ഓക്കെ, വിൻഡ് വഴി നടക്കുന്ന പോളിനേഷൻ അനിമോഫിലി ആണ്. വാട്ടർ വഴിയാണെങ്കിൽ ഹൈഡ്രോഫിൽ എന്ന് പറയും. ഓക്കെ, ഇൻസെക്ട്സ് വഴിയാണെങ്കിൽ എൻറ്റോമോഫിലി എന്ന് പറയും. ബാറ്റ്സ് വഴിയാണെങ്കിൽ ക്യൂറോപ്റ്റെറോഫിലി എന്ന് പറയും. ഓക്കെ, ക്യൂറോപ്റ്റെറോഫിലി എന്ന് പറയും. അതേപോലെ തന്നെ ബേർഡ്സ് വഴിയാണെങ്കിൽ ഒറിന്ത്രോഫിലി എന്ന് പറയും. ഓക്കെ, ഒർണിത്തോഫിലി എന്നാണ് പറയുക കേട്ടോ. ബേർഡ്സ് ആണെങ്കിൽ ഓർണിത്തോഫിലി എന്ന് പറയും. ആൻസ് ആണെങ്കിൽ മിർമിക്കോഫിലി എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. വിൻഡ് ആണെങ്കിൽ അനിമോഫിലി എന്ന് പറയും. ഓക്കെ, വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോഫിലി എന്ന് പറയും. ഓക്കെ, ഇൻസെക്ട്സ് ആണെങ്കിൽ എൻറ്റോമോഫിലി എന്ന് പറയും. ബാറ്റ്സ് ആണെങ്കിൽ ക്രിപ്റ്റോഫിലി എന്ന് പറയും. ഓക്കെ, ബേർഡ്സ് ആണെങ്കിൽ ഒറിനിത്തോഫിലി എന്ന് പറയും. ഓക്കെ, ആൻസ് ആണെങ്കിൽ മൈർമോഫിലി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി സാഫ്രോൺ. ഓക്കെ, നമ്മുടെ സാഫ്രോൺ ശ്രദ്ധിക്കണേ. ഓക്കെ, സാഫ്രോൺ. ഓക്കെ, സാഫ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, സ്റ്റിഗ്മ. ഓക്കെ, അപ്പോൾ സാഫ്രോൺ ഇസ് ദ ഡ്രൈഡ് സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സാഫ്രോൺ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സ്റ്റിഗ്മ, ആ സ്റ്റിഗ്മ ഒരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയുടെ ഡ്രൈഡ് പാർട്ടാണ് ഇത് സാഫ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സാഫ്രോണിന്റെ എന്താ പറയുക, നമ്മുടെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ് ക്രോക്കസ് സാറ്റിവസ് ലിറിഡേസിയെ എന്ന് പറയും. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സാഫ്രോൺ ഇസ് ദ ഡ്രൈഡ് സ്റ്റിഗ്മ ഓഫ് ദ ഫ്ലവേഴ്സ് ഓഫ് സാഫ്രോൺ. ഓക്കെ, അതാണ് നമ്മൾ സാഫ്രോൺ എടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതാണ് സാഫ്രോൺ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി സെൽഫ് പോളിനേഷൻ നമുക്കറിയാം അല്ലേ. അതെ, നോക്കിയേ, പൊളൻ ഗ്രെയിൻസ് അതിന്റെ തന്നെ സ്റ്റിഗ്മയിലോട്ട് പോകുന്നതാണ്. ഏത് ഒരേ പ്ലാന്റിൽ തന്നെ ഉണ്ടാവും, ഒന്നുമില്ലെങ്കിൽ ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരേ പ്ലാന്റിലെ രണ്ട് ഫ്ലവേഴ്സിൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ പൊളൻ ഗ്രെയിൻസ് ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിഗ്മയിലോട്ട് പോകും. ക്രോസ് പോളിനേഷൻ ആണെങ്കിലോ വേറെ ഡിഫറെന്റ് പ്ലാന്റ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് പൊളൻ ഗ്രെയിൻസ് ഒരു ബി വഴിയോ എന്തെങ്കിലും വഴി നേരെ എന്ത് ചെയ്യും, അടുത്ത പ്ലാന്റിലെ സ്റ്റിഗ്മയിലോട്ട് പോകും. ഓക്കെ, എന്നിട്ട് അറ്റാച്ച് ചെയ്യും. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പോളിനേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി ഫെർട്ടിലൈസേഷൻ എന്താ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഫോമിങ് സൈഗോട്ട്. ഓക്കെ, മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. മെയിൽ ഫീമെയിൽ ഗ്യാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഫ്യൂഷൻ നടക്കുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്, സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡബിൾ ഫെർട്ടിലൈസേഷൻ ആട്ടോ ഉള്ളത്. രണ്ട് ഫെർട്ടിലൈസേഷൻ ഉണ്ട്. അത് രണ്ട് മെയിൽ ഗ്യാമേറ്റ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യും. രണ്ടാമത്തെ ഒരെണ്ണം പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എൻഡോസ്പേം ഫോം ചെയ്യും. ഓക്കെ, ഈ എൻഡോസ്പേം ആണ് പിന്നീട് ഗ്രോ ചെയ്തിട്ട് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രീതിയിൽ രണ്ട് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കും. എന്തിൽ മാത്രമേ ഉള്ളൂ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവറി റൈപ്പൺ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി സെൽ വാള്, ഈ ഫ്രൂട്ടിന്റെ സെൽ വാള് നമുക്ക് പെക്റ്റിൻ എന്ന് പറയാം അല്ലെ. മേ ബി ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒന്നുമില്ലെങ്കിൽ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം. ചിലത് ഓവറിൽ നിന്ന് തന്നെ റൈപ്പൺ ചെയ്യാറുണ്ട്, ചിലത് അങ്ങനെ റൈപ്പൺ ചെയ്യാറില്ല. ഓക്കെ, അതായത് എക്സാമ്പിൾ പാർത്തനോകാർപ്പി എന്ന് പറയും. പാർത്തനോകാർപ്പി എന്താണെന്നറിയോ, ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ വഴി അല്ലാണ്ട് എന്ത് ചെയ്യും, ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബനാന. ഓക്കെ, എക്സാമ്പിൾ ബനാന എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ. ഓക്കെ, ഇതൊക്കെ എന്തിൽ പറയാം, പാർത്തനോകാർപ്പിയിൽ പറയാം. ഓക്കെ, ഇനി ഫോൾസ് ഫ്രൂട്ട് ആണെങ്കിലോ കാലിക്സ്, കൊറോള, തലാമസ് ടേക്സ് പാർട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്. ഓക്കെ, നമ്മുടെ കാലിക്സും കൊറോളയൊക്കെ ഇല്ലേ, ഓക്കെ, ഇതൊക്കെ ഫ്രൂട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഈ പാർട്സ് ഒക്കെ എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ ബനാന, പപ്പായ, ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, ഏത് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി വി ഗെറ്റ് മോർഫിൻ ഫ്രം ദ ഫ്രൂട്ട് കോട്ട് ഓഫ് ഒപ്പിയം. ഓക്കെ, ഒപ്പിയത്തിന്റെ ഫ്രൂട്ട് കോട്ടിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോർഫിൻ അല്ലെ, ഡ്രഗ് കിട്ടുന്നത്. ഓക്കെ, ഇനി സീഡ്സ് അല്ലെ. സീഡ്സ് എങ്ങനെ വരുന്നത് നോക്കിയേ, ഫെർട്ടിലൈസ്ഡ് മെച്യൂർ ഒവ്യൂൾ അല്ലെ. ഫെർട്ടിലൈസ്ഡ് മെച്യൂർ ഒവ്യൂൾ ആണ് ഇത് സീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രൂട്ട് ഹാസ് ഇറ്റ്സ് സീഡ് ഔട്ട്സൈഡ് അല്ലെ. അപ്പോൾ അതായത് ചില ഫ്രൂട്ടുകളിൽ സീഡ് എന്തായിരിക്കും, പുറത്തായിരിക്കും കാണാം. ചില ഫ്രൂട്ടുകളിൽ എങ്ങനെയായിരിക്കും, അകത്തായിരിക്കും കാണാം. ഓക്കെ, അപ്പോൾ സ്ട്രോബെറിയുടെ കേസിലൊക്കെ സീഡ് എവിടെയാണ് കാണുന്നത്, ഫ്രൂട്ടിന് പുറത്താണ് കാണുന്നത്. ഓക്കെ, സ്ട്രോബെറിയിലൊക്കെ എന്താ ചെയ്യുന്നത് നോക്കിയടാ, സീഡ് എവിടെയാണ് കാണുന്നത്, ഫ്രൂട്ടിന് പുറത്താണ് കാണുന്നത്. എക്സാമ്പിൾ സ്ട്രോബെറി. ഓക്കെ,
ഇനി സൺലൈറ്റ് നോട്ട് റിക്വയർ ഫോർ സീഡ് ജെർമിനേഷൻ അല്ലെ, സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ട, സൺലൈറ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി ആപ്പിൾ പിയർ ഒക്കെ, ഓക്കെ, ആപ്പിൾ പിയർ ഒക്കെ തലാമസിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആപ്പിളിന്റെ പിയറിന്റെ ഒക്കെ തലാമസ് ആണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭാഗം ഏതാണ്, തലാമസ്. ഓക്കെ, അതേസമയം മാംഗോ പപ്പായയുടെ ഒക്കെ ആണെങ്കിൽ മീസോകാർപ്പാണ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്, മീസോകാർപ്പാണ്. കോക്കനട്ട് വീറ്റ് ആണെങ്കിൽ എൻഡോസ്പേം ആണ്, ഏറ്റവും അകത്തുള്ള പാർട്ടാണ് കേട്ടോ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, എൻഡോസ്പേം, അതിന്റെ തൊട്ടു പുറകിലാണ് മീസോകാർപ്പ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് യെസ്, അത്രയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നിങ്ങൾ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഗ്രേപ്സ് അല്ലെങ്കിൽ ടൊമാറ്റോ ആണെങ്കിൽ പെരികാർപ്പ് അല്ലെങ്കിൽ പ്ലാസന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബനാന ആണെങ്കിൽ മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ് ആണ്. ഓക്കെ, കോളിഫ്ലവർ ആണെങ്കിൽ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ യങ് ഇൻഫ്ലോറസെൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കൊറിയാണ്ടർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊറിയാണ്ടർ ആണെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറയാം കേട്ടോ. കൊറിയാണ്ടർ ആണെങ്കിൽ ലീവ്സ് അല്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ്, ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ പിയറിൽ നമ്മൾ എന്താ എഡിബിൾ ആയിട്ടുള്ള പാർട്ട് തലാമസ് ആണ്. മാംഗോ അല്ലെങ്കിൽ പപ്പായയിൽ എഡിബിൾ ആയിട്ടുള്ള പാർട്ടാണ് ഏത്, മീസോകാർപ്പ്. ഓക്കെ, ഇനി കോക്കനട്ട് ആണെങ്കിൽ വീറ്റ് ആണെങ്കിലോ എൻഡോസ്പേം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ എൻഡോസ്പേം പഠിച്ചില്ലേ, അത്രേ ഉള്ളൂ. ഇനി ഗ്രേപ്സ് അല്ലെങ്കിൽ ടൊമാറ്റോ ആണെങ്കിൽ നമ്മൾ പെരികാർപ്പ് അല്ലെങ്കിൽ പ്ലാസന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള പാർട്ട്. ബനാനയിലാണെങ്കിൽ മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ് ആണ്. ഓക്കെ, കോളിഫ്ലവറിലാണെങ്കിൽ യങ് ഇൻഫ്ലോറസെൻസ് ആണ് വരുന്നത്. കൊറിയാണ്ടറിലാണെങ്കിലോ ലീവ്സ് അല്ലെങ്കിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ് ആണ് നമ്മൾ എഡിബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സാഫ്രോണിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഡ്രൈഡ് സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ അല്ലെ, സാഫ്രോൺ ഫ്ലവറിന്റെ ഡ്രൈഡ് സ്റ്റിഗ്മയാണ് നമ്മൾ സാഫ്രോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലോവ് ആണെങ്കിലോ ഫ്ലവർ ബഡിൽ നിന്നാണ് നമ്മൾ ക്ലോവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ഓഫ് കോക്കനട്ട് ആണെങ്കിൽ എൻഡോകാർപ്പിന്റെ ലിക്വിഡ് ആണ്. ഓക്കെ, ലിക്വിഡ് ഓഫ് എൻഡോകാർപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൈനാപ്പിൾ ആണെങ്കിൽ ഇൻഫ്ലോറസെൻസ് ആണ്. ജിഞ്ചർ, പൊട്ടറ്റോ, ഓണിയൻ, ടേമറിക്, ഇതൊക്കെ നമ്മൾ സ്റ്റെം ആണ് എഡിബിൾ ആയിട്ടുള്ള പാർട്ട്. നമ്മൾ പറഞ്ഞു മോഡിഫൈഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലേ, നമ്മൾ പറഞ്ഞു. വീറ്റ് ആണെങ്കിൽ ഹേർബ് ആണ്, ബാംബു ആണെങ്കിൽ ഗ്രാസ് ആണ്. ഓക്കെ, യെസ്, അപ്പൊ എന്ത് ചെയ്യണം, ഇത്രയും സാധനങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ ഇതിലെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇതൊക്കെ എഡിബിൾ പാർട്ട് ഇന്നതാണെന്ന് മാത്രം പഠിച്ചാൽ മതി. എന്താ തലാമസ്, എന്താ മീസോകാർപ്പ്, എന്തോ എൻഡോസ്പേം എന്നൊന്നും ആരും നിങ്ങളോട് ചോദിക്കില്ല. എൻഡോസ്പേം ഒക്കെ എന്താ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും ആരും നിങ്ങളോട് ചോദിക്കില്ല. ഓക്കെ, ഇപ്പൊ ഒരു ഫ്രൂട്ടിന്റെ ഏറ്റവും പുറത്ത് കാണുന്നതാണ് പെരികാർപ്പ്. ഓക്കെ, അതിന്റെ ഉള്ളിൽ കാണുന്നതാണ് മീസോകാർപ്പ്. ഓക്കെ, അതിന്റെയും ഉള്ളിൽ കാണുന്നതാണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫ്രൂട്ടിന്റെ ഏറ്റവും പുറത്തുള്ള ലെയറിലെ ഏറ്റവും പുറത്തുള്ള ലെയർ ആണ് പെരികാർപ്പ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള ആ ഒരു എന്താ പറയാ, ഒരു നമുക്ക് പൾപ്പൊക്കെയുള്ള ആ ഒരു ഏരിയ, ഓക്കെ, അതാണ് ഇത് മീസോകാർപ്പ് എന്ന് പറയുന്നത്. അതിനും അകത്തുള്ളതാണ് ഇത് എൻഡോസ്പേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, ഒരു ഫ്രൂട്ടിന്റെ ഏറ്റവും പുറത്ത് പെരികാർപ്പ്, അതിന്റെ അകത്ത് മീസോകാർപ്പ്, അതിന്റെ അകത്ത് എൻഡോകാർപ്പ്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വാരി വലിച്ച് പഠിക്കണ്ട കേട്ടോ. ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോവാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും സാധനങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, വീറ്റ് ഹേർബ് ആണെന്നും ബാംബു ഗ്രാസ് ആണെന്നും നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് പ്ലാന്റ് ടിഷ്യൂസ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, പ്ലാന്റ് ടിഷ്യൂസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബൈ ബൈ.